അപ്പോൾ ഗയ്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ മൾട്ടിപർപ്പസ് ആയിട്ടുള്ള അതായത് സോഫ കംഫർട്ടും അതേപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ കൂട്ടത്തിൽ ഈ ഡൈനിങ് ടേബിൾ മൾട്ടിപർപ്പസ് ആയിട്ടുള്ളതൊക്കെ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നമ്മൾ ഒടുവിൽ ചെയ്തിരിക്കുകയാണ്. 5 അടിയാണ് നീളം വരുന്നത്, 3 അടി വീതിയാണ്. നമുക്കിത് കുറഞ്ഞൊരു സ്പേസ് മതി. നമുക്ക് 4 ആക്കി ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴ്ത്തി വെക്കാം. ഇപ്പൊ 4 ചെയറാണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 6 ചെയർ ഇട്ടിട്ട് നമുക്ക് കംഫർട്ടായിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. നമുക്ക് അധികം സ്പേസും കാര്യങ്ങളൊന്നും വേണ്ട. അതായത് നമുക്കിപ്പോ എന്താ പറയുക, സ്പേസ് കുറവാണ് അല്ലെങ്കിൽ നടക്കുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പേസ് സേവ് ചെയ്തിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് മാത്രം എടുത്ത് വെച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വല്ല ഗസ്റ്റ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എടുത്തിട്ടാൽ മതി. ഇതിപ്പോ ഞാൻ അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് ഓൾറെഡി, പക്ഷെ ഇത് ഇവിടെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ഹാളാണ്, ആ ഹാളിൽ ഇട്ടതാണ്. അപ്പോൾ സാധനം തേക്കിന്റെ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. 4 പ്രീമിയം കസേര നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതും ഫോൾഡബിൾ ആണ്, മൾട്ടിപർപ്പസ് ആണ്, ഫോൾഡബിൾ ആണ്. ഫോൾഡ് ചെയ്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിത് അങ്ങനെ എവിടേക്കെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്കൊരു കാറിന്റെ ഡിക്കിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത്. കാറിന്റെ ഡിക്കിൽ പറഞ്ഞാൽ കുറച്ചും കൂടി വലിയ കാറിന്റെ ഡിക്കിൽ നമുക്കിപ്പോൾ എന്തായാലും ഒരു ഡൈനിങ് ടേബിൾ എന്തായാലും നമുക്കൊരു ഇന്നോവ അല്ലെങ്കിൽ എർട്ടിഗ അങ്ങനത്തെ വണ്ടികളിലൊന്നും നമുക്ക് ഇത് കൊള്ളൂലല്ലോ. അപ്പൊ നമുക്ക് അതിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം കൂടിയാണ്. നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. എടുത്തുകൊണ്ട് കിടക്കാം. അപ്പോൾ സാധനം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ ഈ സാധനം ഇത്ര വലുപ്പം ആകെ വരുന്നുള്ളൂ. അതായത് നമുക്കൊരു വണ്ടിയിൽ കയറ്റാൻ പറ്റുന്ന രീതിയിൽ ഇത് ഇത്ര വലുപ്പം വരുന്നുള്ളൂ. ഇതിന്റെ ചെയറുകൾ കംപ്ലീറ്റ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചതാണ്. ഇത് നേരെ എടുക്കുക. ഇതിന്റെ അടിയിൽ ഒരു ലെഗ് കൊടുത്തിട്ടുണ്ട്. ഈ ലെഗ് നമ്മൾ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചതാണ്. അത് നേരെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇത് സെൻട്രലാക്കി വെച്ചാൽ മതി. ഇതിപ്പോ നമുക്ക് 4 പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. നമുക്കിത് ഒരുപാട് ആളില്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇത്ര ആക്കി വെച്ചാൽ മതി ശരിക്കും. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 6 ആളുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇത് പൊന്തിച്ചാൽ മതി. ഇതും കൂടി പൊന്തിക്കാം. ഇപ്പൊ നമുക്ക് 5x3 ഒരു ഡൈനിങ് ടേബിൾ ആയി. 5x3 അതായത് ഒരു ഡൈനിങ് ടേബിൾ ആയി. 6 പേർക്ക് ഇരിക്കാൻ പറ്റും. നമുക്ക് 2 കസേര എക്സ്ട്രാ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഇടേണ്ടി വരും. കാരണം നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൊള്ളുന്നത് 4 കസേര മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ 4 കസേര മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമ്മളൊരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രോയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും. എന്ത് ഇടണം എന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൊള്ളുന്നതാണെന്നുണ്ടെങ്കിൽ ഇട്ട് വെക്കാൻ പറ്റും. പിന്നെ നമ്മളെ ചെയർ കിടക്കുന്നത് ഇതിന്റെ ഉള്ളിലാണ്. ഇവിടെ നമ്മളൊരു ഡോറായിട്ട് ചെയ്ത് കൊടുത്താണ്. ഇതിന്ന് നമുക്ക് ഒരു ചെയർ വലിച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഈ ചെയറിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോൾഡബിൾ ആണ്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ചെയർ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ചെയർ ഞാൻ ഇവിടെ വെച്ചു. രണ്ടാമത്തെ ചെയർ എടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വെച്ചു. ഇനി നമുക്ക് 2 ചെയറും കൂടി ഉണ്ട്. ഞങ്ങൾ 4 ചെയർ നമ്മളെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ ഇങ്ങനെയാണ് സാധനം സെറ്റ് ചെയ്യല്. നമുക്ക് എത്ര വലുപ്പം 5x3 ഒരു ഡൈനിങ് ടേബിൾ ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കസേര എടുത്തിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 പേരും ഇവിടെ 2 പേരും ഇവിടെ ഒരാളും അവിടെ ഒരാളായിട്ട് 6 പേർക്ക് ഇരിക്കാൻ പറ്റും. 5x3 ശരിക്കും വരുന്നത് 6 പേർക്കുള്ളത് തന്നെയാണ്. അതായത് 5x3 സൈസിലാണ് നമ്മൾ ടേബിൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ 6 പേർക്കാണ് നമ്മളത് സിറ്റിംഗ് കപ്പാസിറ്റി 6 പേർക്കാണ് നമ്മൾ ഉണ്ടാക്കല്. 6 ചെയറാണ് നമ്മൾ അതിന് ഉണ്ടാക്കി കൊടുക്കല്. പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുന്നത് 4 ചെയർ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ 4 ചെയർ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷെ നമ്മളോട് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താ ചെയ്യാത്തതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളെ ഒരു എന്താ പറയാ, നിങ്ങളെ സപ്പോർട്ടാണ് മാത്രമാണ്. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് അതേപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ടേബിൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ താഴത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്പറിൽ വിളിക്കുക. അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വിളിക്കാം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കാണുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജായ ലാൽ നിലമ്പൂരുകാരനാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ല തോന്നുന്നു. നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പേര് ലാൽ നിലമ്പൂരുകാരൻ എന്നല്ല. യൂട്യൂബ് ചാനലിന്റെ പേര് വുഡ് പെക്കർ എന്നാണ്. അതായത് മരംകുത്തി. വുഡ് പെക്കർ ആർട്ട് എന്നും കൂടി ഉണ്ട്. മരംകുത്തിയുടെ കലകൾ അങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വുഡ് പെക്കർ ആർട്ടിന്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് നമ്മൾ മേലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് അതായത് ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.